നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാവരും ഓരോ പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ട് മാറണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ എന്നെ ആരോ സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു. രതി സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്തോ? മറ്റാരും അൺമ്യൂട്ട് ചെയ്തത്? രതി ദേവി മാത്രം അൺമ്യൂട്ട് ചെയ്തോ? താങ്ക് യു സാർ, താങ്ക് യു. ഹൃദയം നിറഞ്ഞ നന്ദി സാറേ. ജീവിതത്തില് എല്ലാ ദുഃഖങ്ങളും വന്ന സമയത്ത് സാറിന്റെ ക്ലാസ്സിൽ കയറി ഫ്രീ ക്ലാസ്സുകൾ ഞാൻ കുറെ അറ്റൻഡ് ചെയ്ത് അതിലൂടെയാണ് പിന്നെ സാറിന്റെ ക്ലാസ്സിൽ കയറിയത്. ഇന്ന് എനിക്ക് ഒരു സമയവും സന്തോഷമില്ലാത്ത ഒരു സമയവും ഇല്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. കാരണം ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തില് ഞാൻ തീരുമാനം എടുത്ത് ഞാൻ എന്നെ വിശ്വസിച്ച് സാർ പറഞ്ഞ പോലെ അത് കൃത്യനിഷ്ഠയോടെ സത്യസന്ധമായി പ്രവർത്തിച്ചതിന്റെ ഫലം എന്റെ ജീവിതത്തിലും എന്റെ വീട്ടിലും മാറ്റാണ്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതപ്പോ നേരത്തെ മാറ്റം അവനവനിൽ ഉണ്ടായപ്പോൾ വീട്ടിൽ മാറി, മക്കള് മാറി, ഭർത്താവ് മാറി. ഞാൻ അവരെ മാറ്റാൻ ശ്രമിച്ചില്ല. മുന്നേ ഞാൻ അവരെ മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ മാറിയെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ ശരിയാന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അത് തെറ്റാണ്. നമ്മൾ ശരിയാവണത് കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്തപ്പോഴാണ്, മെഡിറ്റേഷൻ പൂർണ്ണമായി എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് മനസ്സിലായി. സമയാസമയ അറിവുകൾ ഭഗവാൻ എന്റെ മുന്നിലേക്ക് തന്നു. അതിന്റെ മറ്റെന്റെ വീട്ടിൽ ധാരാളമായി ഉണ്ടായി. ഇന്ന് സാമ്പത്തിക പ്രതിസന്ധികൾ നമുക്ക് എല്ലാത്തിലുണ്ട്. എങ്കിലും എന്റെ ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യം കൃത്യസമയത്ത് ഭഗവാൻ നടത്തി. ഇന്നലെ 500 രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്. മുന്നേ ഒരു 5000, അതിന് മുന്നേ ഒരു 5000 അങ്ങനെ അടിച്ചു. അതായത് ആവശ്യ സമയത്ത് വേറെ രീതിയിൽ പണം വന്നില്ലെങ്കിൽ ലോട്ടറി അടിച്ചിട്ടായാലും ഭഗവാൻ തന്നു എനിക്ക്. താങ്ക് യു, കോടി കോടി നന്ദി. അപ്പൊ അതില് നേരത്തെ നമ്മൾ മാറിയാൽ മാറും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ കൃത്യനിഷ്ഠയും പഞ്ചാലിറ്റിയും സത്യസന്ധതയോട് കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവൂ. ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോരുത്തരും ഇതുപോലെ മാറ്റമുണ്ട് അല്ലെ ജീവിതത്തിൽ. നമ്മൾ ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ ഇങ്ങനെ ആക്കിയെന്നൊക്കെ. സാഹചര്യങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. സാഹചര്യങ്ങളുടെ വീട്ടിലെ ചുറ്റുവട്ടത്തെ ആൾക്കാരുടെ പ്രകൃതം അനുസരിച്ച്, അവരുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ മാറ്റപ്പെടും. അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടി അതിനൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഞാനെന്ന അല്ലെങ്കിൽ ഞാനെന്ന സത്യത്തെ മാത്രം ശ്രദ്ധിക്കുന്നവർ മാത്രമാണ് മാറ്റമുണ്ടാവുന്നത്. അത് തന്നെ രതി പറഞ്ഞതിന്റെ ഏറ്റവും അടിസ്ഥാനത്വം. നമ്മളിലുള്ള ഈഗോ എന്ന് പറയുന്ന സാധനത്തെ നേരത്തെ ഞാൻ ആത്മീയ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എല്ലാ കലഹത്തിന്റെയും അടിസ്ഥാനമായ തത്വം എന്ന് പറയുന്നത് അഹം എന്ന് പറയുന്ന ബോധം, ഞാൻ ആണ് എന്നുള്ള ബോധത്തിൽ നിന്ന് മാറി അതിനെ മാറ്റുമ്പോൾ ഞാൻ എന്ന തത്വത്തിന് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ മാത്രമാണ്, ഇപ്പൊ പറഞ്ഞില്ലേ, ലോട്ടറിയൊക്കെ അടിക്കും, ഇഷ്ടം പോലെ അടിക്കും. ഞാൻ എടുത്താൽ മാത്രമേ അടിക്കുള്ളൂ, ഞാൻ സെലക്ട് ചെയ്ത നമ്പർ മാത്രമേ അടിക്കുള്ളൂ, ഞാൻ മാത്രമാണ് ഈ നമ്പർ സെലക്ട് ചെയ്ത്, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അടിക്കത്തില്ല. അതിനൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് ലോട്ടറി ഏത് നമ്പറിൽ വേണമെങ്കിൽ അടിക്കാം, പക്ഷെ എനിക്ക് അടിക്കും എന്നുള്ള ബോധം മാത്രം ഉണ്ടാക്കിയാൽ മതി. കണ്ടീഷനായിട്ട് ഇത് എനിക്ക് അടിക്കാനുള്ളതാണ്. ഒറ്റ കണ്ടീഷൻ, ഞാൻ എപ്പോഴും പറഞ്ഞു ലോട്ടറി അടിക്കാനുള്ള സത്യം ഒറ്റ കണ്ടീഷൻ, നല്ല ആത്മബോധത്തോടു കൂടി ടിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്പർ എടുക്കുക, അത് മാത്രം വർക്ക് ചെയ്യും. ബാക്കി എല്ലാ കാൽക്കുലേഷൻസ് ഒക്കെ പിന്നെയാണ്. ആദ്യം വിശ്വാസമാണ് വലുത്. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നതും നിങ്ങളെ അതിലേക്ക് പാകപ്പെടുത്താനുള്ള വിഷയങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ലോട്ടറി അല്ലേ, ഭാഗ്യം, ലക്ക്, ജാക്ക്പോട്ട് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പൊ നേരത്തെ ലാസ്റ്റ് പറഞ്ഞതും ഇത് തന്നെയാണ് അല്ലെ. ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരിവിടെ ഉണ്ട്? എല്ലാവരും ഉണ്ടോ അല്ലെ? ഇല്ല. ഓക്കെ. അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമാവട്ടെ, എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന നിങ്ങൾക്ക് 90% ആൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റും, നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറയാം. ഒറ്റ ചോദ്യം നിങ്ങളുടെ എല്ലാവരോടും ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ചിലർക്ക് വലിയ ഭാഗ്യം ആവർത്തിച്ചു വരുന്നത്, ചിലർക്ക് എത്ര ശ്രമിച്ചാലും ഒന്നും നടക്കാത്തത്? അപ്പോൾ ഇത് ഭാഗ്യമാണോ അല്ലയോ മറ്റെന്തെങ്കിലും ഘടകമാണ്? അപ്പോൾ നേരത്തെ ആമുഖത്തിൽ സംസാരിച്ച പോലെ, രതി പറഞ്ഞ പോലെ, പൈസ ഇല്ല എന്നുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെന്നായാലും എനിക്കത് വരും, അത് ലോട്ടറി അടിച്ചിട്ടായാലും എനിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞത് എന്തിന്റെ അടയാളമാണ്? ഇതുവരെ ഒരു വർഷം മുമ്പേ ഉള്ള ആളുടെ ഭാഗ്യം മാറിയത് കൊണ്ടാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? അല്ല, നമ്മളുടെ ഭാഗ്യത്തിനപ്പുറത്തുള്ള മറ്റെന്തോ ഒന്ന് മാറിയത് കൊണ്ടാണ്.
എന്താ മാറിയത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? ഭാഗ്യം സംഭവിച്ചത് കൊണ്ടാണോ? അല്ല, നമ്മളെ ഏതോ ഒരു ഘടകം മാറിയത് കൊണ്ടാണ്. മൈൻഡ്, മനസ്സിന്റെ മാറ്റത്തിലൂടെ മാത്രമാണ് സംഭവിക്കുന്നത്. ഈ ഭാഗ്യമുള്ളതും ഭാഗ്യമില്ലാത്തതും ഒക്കെ മാനസികമായ വിഷയങ്ങൾ തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ മനസ്സിന്റെ പ്രോഗ്രാമിൽ മാറുന്നതിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാകൂ. നിങ്ങൾ എല്ലാവരും ലോട്ടറി എടുക്കുന്നുണ്ടാവും. അടിക്കും, എനിക്കാണ് ലോട്ടറി എന്ന് തീരുമാനിച്ച് ലോട്ടറി എടുത്തവർ എത്ര പേരുണ്ട്? എടുക്കുന്നവർ എത്ര പേര്? വെറുതെ പുകംപോച്ച് പറയണ്ട. അവിടെയും ഞാൻ പറയാം, രണ്ട് ടൈപ്പ് മനസ്സാണ് ആ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഒന്ന് കോൺഷ്യസ് മൈൻഡും ബോധ മനസ്സും, ഒന്ന് ഉപബോധ മനസ്സും. ബോധ മനസ്സിൽ നിങ്ങൾ പറയും എനിക്കടിക്കും. ബോധ മനസ്സിൽ മാത്രമായിരിക്കും ആ പറയുന്നത്. ഉപബോധ മനസ്സ് പറയും ഇതുവരെ അടിച്ചിട്ടില്ലല്ലോ, ഇപ്രാവശ്യം അടിക്കുമോ എന്ന് ചോദിക്കും. നിങ്ങൾ ആന്ന് പറയും, തിരിച്ചു വരും, ലോട്ടറി അടിക്കത്തില്ല. ഇതാണ് നമ്മുടെ മെഡിറ്റേഷന്റെ പവറുകളും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ പവറും. അതുപോലെ തന്നെ മനസ്സിനെ കൂടുതൽ ആഴത്തിൽ എത്തിച്ച് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം ഇതാണ്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി നമ്മൾ ഈ കാര്യത്തെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ 2020 മെഡിറ്റേഷൻ ആയാലോ അല്ലെങ്കിൽ മറ്റു മെഡിറ്റേഷനുകളായാലോ ഒക്കെ നമുക്ക് റിസൾട്ടുകൾ അമേസിംഗ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് അവിടെയൊക്കെ പ്രോഗ്രാം ചെയ്യപ്പെട്ടത് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ഞാൻ ഉറക്കിക്കെടുത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ഉറപ്പിനെ അങ്ങ് ഫീഡ് ചെയ്ത് തരുന്നു. പ്രതി പറഞ്ഞ പോലെ ഇപ്പൊ ലോട്ടറി അടിക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായി അടിക്കുമെന്ന വിശ്വാസത്തിൽ പോകുമ്പോൾ അത് അടിക്കുകയാണ്. കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. ഇത് പലർക്കും അത് തന്നെ, അടിക്കുമെന്ന് പറഞ്ഞ് എടുക്കും, ഉള്ളിന്റെ ഉള്ളിലൊരു ഡൗട്ട് വരും. അത് തന്നെയാണ് സത്യം. നമ്മുടെ ഏകമായ വിഷയം അവിടെ തന്നെയാണ്. നമ്മൾ അതൊക്കെ തീരുമാനിക്കാം. ഈ നമ്പർ എനിക്ക് കറക്റ്റ് ആണ്, ബോധപൂർവ്വം നമ്മളേക്ക് ഇത് 1 2 3 4 കൂട്ടി, സാറ് കൂട്ടൻ നമ്പർ പറഞ്ഞ് കൂട്ടിയിട്ടുണ്ട്, നമ്പറിന്റെ കാര്യങ്ങളൊക്കെ ബോധ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് അടിക്കും, ഇത് എടുക്കാന്ന് പറയും. പക്ഷെ സബ് കോൺഷ്യസ് സാധ്യതയുണ്ടോ? ഇത് രണ്ട് രീതികളാണ്. ഒന്ന്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ മാത്രം വിശ്വസിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ കോൺഷ്യസ് മൈൻഡ് വിൽ നോട്ട് ക്രിയേറ്റ് എ വൈബ്രേഷൻ. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ വൈബ്രേഷനിലേക്ക് നമ്മൾ എത്തില്ല. അത് ഞാൻ നിങ്ങൾ പല ക്ലാസ്സിലും പഠിപ്പിച്ച കാര്യമാണ്. അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ ശരിക്കും പഠിക്കണം. നമ്മുടെ ക്ലാസ്സിൽ കയറി ഇരുന്ന് തന്നെ പഠിക്കണം. മനസ്സിനെ പറ്റിയും ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയൊക്കെ നമ്മൾ ജൂനിയർ മൈൻഡ് സെറ്റും അല്ലെങ്കിൽ മാസ്റ്ററി മൈൻഡ് സെറ്റിലും കയറി ഇരുന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് ജേർണി ടു ഹാപ്പിനെസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് കൃത്യമായി മനസ്സിലാവും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മാറുന്നത്. നിങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യമുണ്ട്, മനസ്സിൽ ചിന്തിച്ചതെല്ലാം സംഭവിക്കുമെന്ന്. തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ് മനസ്സിൽ ചിന്തിച്ചതെല്ലാം സംഭവിക്കും. അങ്ങനെ സംഭവിക്കില്ല. മനസ്സിൽ ചിന്തിച്ചതെല്ലാം സംഭവിക്കില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ച് ഉണ്ടാകുന്ന വികാരത്തിൽ നിന്ന് മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിൽ എന്ത് ചിന്തിച്ചു എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അത് ഒന്നാമത്തെ ഘട്ടമാണ്. മനസ്സിൽ ചിന്തിച്ചതിനനുസരിച്ചുള്ള വികാരം നമുക്കുണ്ടാകുന്നുവെങ്കിൽ വികാരമാണ് നമ്മുടെ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വൈബ്രേഷൻ ആണ് നമുക്ക് റിസൾട്ട് നൽകുന്നത്. 1 കോടിയുടെ ലോട്ടറി അടിക്കുമ്പോൾ എത്ര പേര് 1 കോടിയുടെ വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആ 1 കോടിയുടെ ലോട്ടറി അടിക്കുന്ന ആൾ 1 കോടിയുടെ വൈബ്രേഷൻ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ 1 കോടിയുടെ ലോട്ടറി അടിച്ചിരിക്കും. പക്ഷെ ഇത് ചിലവർക്ക് അറിയില്ല എന്നുള്ള സത്യമാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വികാരം വ്യത്യസ്തമായിരിക്കും. പലരുടെയും വികാരങ്ങൾ എല്ലാം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണം. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റണം. സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റണം. ഇത് ചെയ്തവർക്ക് എല്ലാം സാധിക്കും. അപ്പോഴാണ് അവർ ചിന്തിച്ചതൊക്കെ സംഭവിക്കുന്നത്. എല്ലാം സംഭവിക്കുന്നത് ചിന്തിച്ചതനുസരിച്ച് സംഭവിക്കുന്നതും അത് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അലൈൻ ചെയ്തവർക്ക് മാത്രമാണ്. അപ്പൊ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് എത്തുന്നത് പ്രാക്ടീസിലൂടെ മാത്രമായി എത്തുന്നതാണ്. പക്ഷെ അതിനു വേണ്ടി അത്തരം എല്ലാവർക്കും അത് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ കണ്ടെത്തിയ ഒരു മെത്തേഡാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങളെ കോൺഷ്യസ് മൈൻഡിനെ ഉറക്കിക്കെടുത്തിക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തെ റീപ്രോഗ്രാം ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡിൽ നേരിട്ട് അതിനെ ആലേഖനം ചെയ്യുക. അതിനെ പൂർണ്ണമായി സബ് കോൺഷ്യസ് മൈൻഡിലെ കൊണ്ട് വിശ്വസിപ്പിക്കുക. ഈ വിശ്വാസം നടന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതാണ് വളരെ ലളിതമായിട്ട് നമ്മൾ ചെയ്യുന്ന, വളരെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ്, അവബോധ മനസ്സിനെ, അതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറെ വിശ്വാസങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട്, അല്ലെ, ലോട്ടറി എടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു വിശ്വാസമാണ് എനിക്ക് ഭാഗ്യമില്ല.
എനിക്ക് പണമില്ല, എനിക്ക് വലിയ അവസരങ്ങളൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെടുത്താലും ശരിയാവില്ല. ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ ജീവിതത്തെ തടഞ്ഞു നിർത്തുന്ന വിശ്വാസങ്ങൾ. ഈ വിശ്വാസങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് സാമ്പത്തികം അല്ലെങ്കിൽ അബൻഡൻസ് എന്ന് പറയുന്നതും ലക്ക് എന്ന് പറയുന്നതും മനസ്സിന്റെ പ്രോഗ്രാമാണ് എന്ന് മനസ്സിലാക്കി ആ പ്രോഗ്രാമിങ് ചെയ്തെടുക്കുന്ന മെത്തേഡിനെ, ആ പ്രോഗ്രാമിലേക്കുള്ള വൈബ്രേഷനുകൾ നമ്മൾ അലൈൻമെന്റ് ചെയ്യുന്നതിന് പ്രക്രിയക്കാണ് ഈ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഇത്തവണ വീണ്ടും ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ഒരു 3-4 മാസം ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട്. കാരണം നമ്മുടെ വൈബ്രേഷൻസ് ലോ ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്ക് അക്സെപ്റ്റ്, ലോ ലെവലായ ഫിയർ വൈബ്രേഷൻ 100-ൽ നിന്നും നമ്മൾ 350 അക്സെപ്റ്റൻസ് വൈബ്രേഷനിലേക്ക് നമ്മളെ 3 ദിവസത്തെ കണ്ടിന്യൂസ് ആയ മെഡിറ്റേഷനിലൂടെ എത്തിക്കുന്നു. ആ ലെവലിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് സാധ്യതകൾ തുറന്നു തരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി വരാൻ തുടങ്ങുന്നു. അത് കൃത്യമായ സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ള സത്യം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ പഴയ വിശ്വാസങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ഒരാൾ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ എത്ര എഴുതി എന്നതോ എത്ര പ്രാക്ടീസ് ചെയ്തോ എന്നതല്ല പ്രാധാന്യം, എങ്ങനെ നിങ്ങൾ അതിനെ ഉൾക്കൊണ്ടു, നിങ്ങൾ അതിനെ എത്ര അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യം. അപ്പൊ ആ ലെവലിലേക്ക് ഉയരാൻ തയ്യാറായവർക്ക് വേണ്ടി മാത്രം നമ്മുടെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ കോഴ്സ് നമുക്ക് 1-ാം തീയതി വെച്ച് തുടങ്ങുന്നു. ആ കോഴ്സിലേക്ക് 15 ദിവസം വരെ ഉള്ള, ആദ്യം കുറെ പഠിക്കാനുണ്ട് നിങ്ങളതിനെ, അത് മനസ്സിലാക്കി ക്ലാസ് എടുത്ത് പഠിപ്പിക്കും. അവസാനത്തെ 3 ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സെറ്റ് ചെയ്യുക. 100% നിങ്ങൾ ആ വൈബ്രേഷനിലേക്ക് എത്തിച്ചു തരും. ആ വൈബ്രേഷൻ ഹിപ്നോസിസം വഴി, മൈൻഡ് റീപ്രോഗ്രാമിംഗ് വഴി വൈബ്രേഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തിക്കും. അവിടെ നിങ്ങൾക്ക് ജാക്ക്പോട്ട് വേണോ, അല്ലെങ്കിൽ വലിയ ബിസിനസ് വേണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ നന്മ വേണോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. അവിടെ എന്താ വേണ്ടത് വെച്ചാൽ, കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ പെണ്ണ് കിട്ടാത്ത വേണ്ടല്ലേ ഇപ്പൊ കല്യാണം കഴിക്കാത്തല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് സാധ്യമാകുന്നതാണ് എന്ന് വെച്ചാൽ ഞാൻ പെണ്ണിനെ പിടിച്ചു കൊടുക്കുന്നല്ല കേട്ടോ പറഞ്ഞിട്ട് അർത്ഥം. അതൊക്കെ സാധ്യതകളെ തെളിച്ചു. ഇനിയിപ്പോ ആരും പറഞ്ഞു നാളെ ഒന്ന് വിളിക്കരുത് സാറേ എന്റെ മകൻ കല്യാണം കഴിക്കാതെ 35 വയസ്സായി സാറ് പെണ്ണ് കാണിച്ചാൽ, അതൊന്നും ഞാൻ ചെയ്യില്ല. അതൊന്നും നിങ്ങളാരും, മനുഷ്യന്റെ അവസ്ഥയാണ്. നാളെ പ്രസീതയ്ക്ക് വരുന്ന കോളേജ് ആയിരിക്കും. അതുകൊണ്ട് പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നല്ല പറഞ്ഞത്. അല്ലെ, എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ. ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ മെസ്സേജ്, സാറേ ഒരു 50,000 രൂപ നാളെ അയച്ചു തരാമെന്ന്. ഒരിക്കലും ഇല്ല, ആരും ചിന്തിക്കണ്ട. 10 പൈസ അയച്ചു തരില്ല. അതുകൊണ്ട് ആരും കേൾക്കുന്നുണ്ടോ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു തരുന്ന കുറെ മെന്റൽ സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്, അല്ലാതെ ഫ്രീ ആയിട്ട് ആർക്ക് കാശ് അയച്ചു കൊടുക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ക്ലിയർ ആയി പറയാണ്, ലോട്ടറി എന്ന് പറയുന്നതല്ല, ഏത് രീതി ആയാലും നമുക്ക് നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ, നമ്മുടെ വൈബ്രേഷൻ മാറ്റുന്നതിലൂടെ, നമ്മുടെ തോട്ട്സ് വൈബ്രേഷൻ മാറ്റുന്നതിലൂടെ സാധ്യമാക്കാവുന്ന ഏറ്റവും ലളിതമായ ഈസിയസ്റ്റ് ആയ മെത്തേഡാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ. വളരെ കുറച്ച് പേരെ മാത്രമേ എടുക്കുള്ളൂ. ഇപ്രാവശ്യത്തെ ബാച്ചിൽ മാക്സിമം 20 പേരെ മാത്രമേ എടുക്കുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരെ ബാച്ചിൽ എടുക്കില്ല. 1-ാം തീയതിയാണ് നമ്മൾ തുടങ്ങുന്നത്. ആവശ്യമുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളാം, പറഞ്ഞോളുക, അഡ്മിനോട് വിളിച്ച് പറഞ്ഞോളുക, ജോയിൻ ചെയ്യുക. കോഴ്സിന്റെ യഥാർത്ഥ ഫീസ് 10,000 രൂപയാണ് ഇതുവരെ വാങ്ങിച്ചുകൊണ്ടുള്ളത്. ഓഫർ ഉണ്ട്. ഓഫറിന്റെ കാര്യം നിങ്ങൾ അഡ്മിനോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റുകൾ കാണാം.